ഒരാൾക്കൊരു അബദ്ധം പറ്റുന്നത് സാധാരണയാണ്. എന്നാൽ പറ്റിയ അബദ്ധത്തിന്റെ പുറത്ത് ആളുകൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ മുഴുവൻ അയാൾക്ക് നേരെ തിരിഞ്ഞാലോ? ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ വേളയിൽ മോഹൻലാൽ ഡൽഹിയിൽ ചൊല്ലിയ 2 വരി കവിതയാണ് ഇന്ന് സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന പ്രശ്നം. മോഹൻലാൽ ചൊല്ലിയത് വീണപൂവിലെ ലൈൻസ് അല്ല എന്ന് ഉറപ്പായിട്ട് പിന്നെ മറ്റേത് കവിത എന്നതാണ് ഏവരെയും കുഴക്കുന്ന കാര്യം. പ്രശസ്ത കവികളുടെ എല്ലാം കവിതകൾ ചൂണ്ടിക്കാണിച്ച് നിരവധി പേർ രംഗത്തെത്തിയെങ്കിലും ഇതുവരെയും ഏത് കവിതയാണതെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും പൊതുജനത്തിന് ChatGPTയിലുള്ള വിശ്വാസവും മോഹൻലാൽ കാരണം പോയി കിട്ടി. കാരണം ഓരോ തവണ ചോദിക്കുമ്പോഴും ഓരോ കവികളുടെ പേരാണ് ChatGPTക്ക് പറയാനുണ്ടായിരുന്നത്. ഇനി മോഹൻലാലിനോട് തന്നെ ചോദിക്കണമെന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം പേരുടേത് എന്നാണ് ഒടുക്കം കിട്ടിയ വിവരം. തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും മഹാകവിയുമായ കുമാരനാശാൻ വീണപൂവ് എന്ന കവിതയിൽ കുറിച്ചതുപോലെ, ചിതയിലാഴ്ന്നു പോയതുമല്ലോ ചിരമനോഹരമായ പൂവിത്, പ്രതിഭ കൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയും തലമുറകളെ അവർ അവശേഷിപ്പിച്ച സുഗന്ധത്തിലൂടെ പ്രചോദിപ്പിക്കുകയും ചെയ്ത് വിടർന്ന് അടർന്നു പോയ എല്ലാവരെയും ഈ നിമിഷം ഓർക്കുന്നു എന്നായിരുന്നു മോഹൻലാൽ വേദിയിൽ പറഞ്ഞത്. ഇതിൽ 2 വിഷയങ്ങൾ സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, മലയാള സിനിമയിലെ പൂർവികരെ അനുസ്മരിച്ചതാണെങ്കിലും ആ സന്ദർഭത്തിലെ ആ വരികളുടെ പ്രസക്തി വ്യക്തമല്ല. മറ്റൊന്ന്, വീണപൂവിൽ ഇങ്ങനെയൊരു ഭാഗമില്ല. വീണപൂവ് ഖണ്ഡകാവ്യമാണ്. വീണു കൊടുക്കുന്ന പൂവിനെയും ചുറ്റും പറന്നു നടക്കുന്ന വണ്ടിനെയും വിഷയമാക്കി ആശാൻ എഴുതിയ തത്വചിന്തയും ലൗകിക ആധ്യാത്മിക കാഴ്ചപ്പാടുകളും ചേർന്ന കൊച്ചു കാവ്യം. വീണപൂവിൽ ഇങ്ങനെയൊരു വരിയില്ലെന്ന് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചിലർ പി ഭാസ്കരന്റെ ഓർക്കുക വല്ലപ്പോഴും എന്ന കവിതയിലേതാകാം ഈ ലൈൻസ് എന്ന് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ കവിതയിലും ഇങ്ങനൊരു വരിയില്ല എന്നത് കാര്യങ്ങൾ വീണ്ടും കുഴക്കുകയാണ്. ചങ്ങമ്പുഴ കവിതകളിൽ ഏതേതുമാകാമെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കവിതകളിൽ ഒന്നിലും ഇത്തരത്തിലൊരു വരിയില്ലെന്നതും പ്രശ്നത്തെ കൂടുതൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ചണ്ടാല ഭിക്ഷുകിയിൽ ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു മാതങ്കിയോട് സംസാരിക്കുന്ന ഭാഗമാണിതെന്ന് സുമേഷ് JS എന്നയാൾ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. എന്നാൽ കവിത പരിശോധിക്കുമ്പോൾ ഈ വരികൾ കാണാനില്ല എന്നത് കാര്യത്തെ വീണ്ടും കുഴക്കുകയായിരുന്നു. ഒടുക്കം ലൈൻസ് ഏതു കവിതയിലാണെങ്കിലും മോഹൻലാൽ ചെയ്തത് തീരെ ശരിയായില്ല എന്ന വാദത്തിൽ തന്നെ അവരെത്തി. കാരണം സ്വന്തം ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണെങ്കിലും മറ്റാരെങ്കിലും എഴുതി കൊടുത്തതാണെങ്കിലും പറയുന്നതിന് തൊട്ടു മുൻപ് തീർച്ചയായും ക്രോസ് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. കാരണം മോഹൻലാൽ വീണപൂവ് വായിച്ചിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ സ്വന്തം ജീവിതത്തിലെ ഒരു പരമോന്നത സന്ദർഭത്തിൽ പറയുന്ന വാക്കുകളിൽ തെറ്റുപറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതൊരു മിനിമം മര്യാദയാണത്രേ. എന്തായാലും സംഗതി ഇത്രയൊക്കെ കൊഴുത്തിട്ടും ഒരു വാക്കുകൊണ്ട് പോലും ആണെന്നോ അല്ല എന്നോ പറയാൻ മോഹൻലാൽ മുന്നോട്ട് വന്നിട്ടില്ല എന്നത് തന്നെയാണ് ആരാധകരെ മൊത്തത്തിൽ കുഴക്കുന്ന കാര്യം. സത്യം പറഞ്ഞാൽ ലാലിസം പരിപാടിയിൽ ചുണ്ടനിക്കുന്നത് പോലെ ഇതിലും അങ്ങനെ തന്നെ ആയിരിക്കണേ എന്നൊരു ജനസംസാരവും ഉണ്ടെന്ന കാര്യവും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരാൾ അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ എന്തോ അശ്രദ്ധയുടെ പുറത്ത് സംഭവിച്ച ഒരു കൈപ്പിഴവിന്റെ പേരിൽ അത്രയും ദിവസം വരെ അയാളെ ചൊല്ലി അഭിമാനിച്ചിരുന്ന ആളുകൾക്ക് പുള്ളിയെ ഇങ്ങനെ വലിച്ചു കീറി മുറിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നതാണ് എൻ്റെ സംശയം.